കിർന കുന്ന് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഈ കുന്നിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാനും US ഒരുപോലെ ഞെട്ടി എന്നുള്ളതാണ്. പിന്നാലെ കിർന കുന്നിനടുത്തുള്ള നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ പതിച്ചു. ഇതോടെ പാകിസ്ഥാനും US നെട്ടോട്ടമോടി. അധികം വൈകാതെ പാകിസ്ഥാന്റെ സൈനിക നിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ കിർന കുന്നുകളിലും നൂർഖാൻ എയർബേസിലും ബോംബിട്ടപ്പോൾ പാകിസ്ഥാനും US ഒരുപോലെ ഞെട്ടിയത് എന്തിനാണ്? പൊതുവെ കുഗ്രാമത്തിലെ ഒരു കുന്ന് എന്ന് മാത്രമാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കാറുള്ള കിർന കുന്നിൽ ബോംബ് വീണപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളു പിടഞ്ഞത് എന്തിനാണ്? അതുപോലെ നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ വന്ന് പതിച്ചപ്പോൾ പാകിസ്ഥാന്റെയും US ചങ്കിടിപ്പേറിയത് എന്തിനാണ്? ആ സംഭവത്തിന് മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ നിന്ന് സൈനിക കാര്യങ്ങളുടെ ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വിളിച്ചതെന്തിന്? മെയ് 10 ഇന്ത്യ നടത്തിയ ഈ 2 ആക്രമണങ്ങളാണ് വെടിനിർത്തലിന് പാകിസ്ഥാനെ നിർബന്ധിച്ചത് എന്ന ഒരു അഭിപ്രായം യുദ്ധ വിശകലനം നടത്തുന്ന വിദഗ്ധർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് ഇവിടെയാണ് പാകിസ്ഥാന്റെ ആണവ ശേഖരം ഇരിക്കുന്നത്. ഈ കിർന കുന്നിലാണ് പാകിസ്ഥാന്റെ ആണവ ശേഖരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. വെറുതെ ഒരു മൊട്ടക്കുന്ന് എന്ന നിലയിലാണ് കിർന കുന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുകയെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് മറ്റൊരു ദിശയിലേക്കാണ്. നമ്മൾ ആ ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട് പ്രേക്ഷകർക്കായി.